നമുക്ക് സിമ്പിളായിട്ട് വെള്ളയപ്പം ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. അതായത് 1 ഗ്ലാസ് പച്ചരിപ്പൊടി എടുക്കുക. പിന്നെ അതിലേക്ക് അതിൻ്റെ ഇപ്പോൾ 1 ഗ്ലാസ് പച്ചരി എടുത്താൽ 1/2 ഗ്ലാസ് ചോറെടുക്കുക. ഞാൻ പച്ചരി എന്നാണ് കേട്ടോ പറഞ്ഞത്. പച്ചരിപ്പൊടി എന്ന് വെച്ചാൽ നമ്മൾ അപ്പം ഇടിയപ്പത്തിന് എടുക്കൂലേ, ആ പൊടിയാണ് വേണ്ടത്, അല്ലാതെ പുട്ടുപൊടിയല്ല കേട്ടോ. നൈസ് പത്തിരിപ്പൊടി. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂണോളം നമുക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ലേ, അതിട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇപ്പോൾ പഞ്ചസാര ചിലവർക്ക് വെള്ളയപ്പത്തിന് മധുരമുള്ളത് ഇഷ്ടമായിരിക്കും, അപ്പോൾ അധികം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ 2 മണിക്കൂറിനുള്ളിലൊക്കെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അതായത് ചോറൊന്നും അതിനകത്ത് കിടക്കരുത്, നല്ല തിക്കായിട്ട് അടിച്ചെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക. നല്ല കട്ടകളൊന്നും ഇല്ലാതെ അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. അതായത് വല്ല ചെമ്പ് പോലെയൊക്കെ ഉണ്ടാവില്ല, അതേപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഈ ചെമ്പിലേക്കാണ് ഒഴിക്കണം. ഒഴിച്ചിട്ട് ഇത് ഒരു 2 മണിക്കൂറൊക്കെ കേട്ടോ. 2 മണിക്കൂർ ശേഷം കുറച്ചും കൂടി സമയം കഴിയുന്തോറും അതിങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ഇതേ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ചൂടുള്ള വെള്ളം എടുക്കുക. അതായത് വെട്ടി തിളക്കണ വെള്ളം വേണ്ട, എന്നാലും അത്യാവശ്യത്തിന് ചൂട് വേണം. ആ ചൂടുവെള്ളത്തിന് മുകളിലേക്ക് ഇത് ഇറക്കി വയ്ക്കുക. ഒന്നല്ലെങ്കിൽ പാത്രം അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുക, അല്ലെങ്കിൽ പാത്രത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ആവി തട്ടണ പോലെ വെച്ചാലും മതി. അതായത് പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇപ്പോൾ ഇതേപോലെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കുക. അപ്പോൾ ആവി തട്ടിയിട്ട് അതിങ്ങനെ നേരിയതായിട്ട് ചൂടായിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു വലിയ പാത്രത്തിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് ഈ ചെമ്പ് ഇറക്കി വയ്ക്കുക. അപ്പോൾ ഒരുപാട് ചൂടുള്ള വെള്ളം ആകരുത് കേട്ടോ. എന്താ വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഈ മാവ് വെന്ത് പോകും. അപ്പോൾ ചൂടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി, ഇങ്ങനെ കട്ട പിടിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ഇളക്കി നോക്കിയാൽ മനസ്സിലാവും. ഒരുപാട് ചൂടായ പൊടി ഒറ്റ കട്ടയായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് 1 മണിക്കൂറിന് ശേഷം ഇനി നമുക്ക് കാണാം. അതിനുശേഷം എനിക്ക് വീഡിയോ കുറച്ച് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അതായത് ഞാൻ തിരക്കായിപ്പോയി. അപ്പോൾ കുറച്ച് മാവൊക്കെ അതിൽ നിന്ന് എടുത്ത് വെള്ളയപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, അത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഉണ്ടാക്കിയ വെള്ളയപ്പം ഉണ്ട് ഇത്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് കിട്ടും. ഒരു 1.5 മണിക്കൂറൊക്കെ മാക്സിമം വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടും കേട്ടോ. ഇപ്പോൾ ഇത് ഞാനൊരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ചുറ്റിച്ച് കാണിക്കാൻ പറ്റാത്ത. ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നല്ല ഹോളോട് കൂടിയ നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പം കിട്ടും. എത്ര നേരം ഇരുന്നാലും ഈ സോഫ്റ്റ്നെസ് ഉണ്ടാവും കേട്ടോ വെള്ളയപ്പത്തിന്. ഞാനെപ്പോഴും ഇങ്ങനെ ചെയ്യാം. ഞാൻ അതെ നോക്കി നല്ല ഹോളായിട്ടുള്ള നല്ല നൈസായിട്ടുള്ള വെള്ളയപ്പം കിട്ടും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.